ഫുക്രിയിലേക്ക് സ്വാഗതം. സിംബാബ്വെക്കെതിരായ 2020 പരമ്പരയിൽ നിന്ന് സഞ്ജു സാംസൺ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ടീമിലെടുക്കലും ഒഴിവാക്കപ്പെടലും ഒരു പുതിയ കാര്യമൊന്നുമല്ല. നിരന്തരം ഒഴിവാക്കപ്പെടുന്ന ഒരു കളിക്കാരനാണ്. അയർലൻഡിനെതിരായ 2 മത്സരത്തിലും കളിക്കാതിരുന്ന, നന്നായി കളിച്ചില്ല. ഇംഗ്ലണ്ടിനെതിരെ ആദ്യ 2020-ലും നന്നായി കളിച്ചില്ല. ഇങ്ങനെ 3 മത്സരത്തിൽ കളിക്കാത്തത് കൊണ്ട് മാത്രം ഒരു ലോകകപ്പ് വിന്നിങ് പ്ലെയറെ, അതും 3 അതിഗംഭീര എക്കാലത്തെയും മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സുകൾ കളിച്ച ഒരു പ്ലെയറെ അടുത്ത 3 കളിയിൽ കളിച്ചില്ല എന്നതുകൊണ്ട് മാറ്റി നിർത്തിയിരിക്കുന്നു. സിംബാബ്വെ പര്യടനത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നു. വൈഭവ് സൂര്യവംശി ടീമിൽ സ്ഥാനം നിലനിർത്തിയിട്ടുമുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. എന്തായാലും എന്തുകൊണ്ട് സഞ്ജുവിന് മാത്രം ഇത് സംഭവിക്കുന്നു എന്ന് നമ്മളിങ്ങനെ നിരന്തരം സഞ്ജുവിന് മാത്രം 2-3 അവസരങ്ങൾ കിട്ടുകയും പിന്നീട് പുറത്താവുകയും ചെയ്യുന്നു എന്നത് വലിയ ചർച്ചയായി സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ വലിയ അനീതിയാണ് സഞ്ജുവിനോട് കാണിക്കുന്നതെന്ന് വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ ആളുകളുടെ പരാതി ഉയർത്തപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ വാള് നീളുകയാണെങ്കിൽ അത് സഞ്ജുവിനെ നേരെ എന്ന നിലയിലാണ്. അപ്പം അതിന് കാരണം സഞ്ജു ഒരു 3 കളി കളിച്ചതുമില്ല. പക്ഷെ അത് മാത്രം മതിയോ? കാരണം ഒരു പ്ലെയർക്ക് ഇത്രമാത്രം അവസരം, എത്രയോ അവസരങ്ങൾ കിട്ടുന്ന മറ്റ് പ്ലെയേഴ്സ് നോക്കൂ. അഭിഷേക് ശർമ്മയ്ക്കൊക്കെ നിരന്തരം അവസരം കിട്ടുന്നത് കൊണ്ടാണ് അദ്ദേഹം വീണ്ടും ഫോമിലേക്ക് വന്നത്. അദ്ദേഹം മാറ്റി നിർത്തപ്പെടുന്നേ ഇല്ല. മാറ്റി നിർത്തപ്പെടണം എന്നല്ല ഞാൻ പറയുന്നത്. അതിന് പകരം ഈ സഞ്ജുവിന് കിട്ടുന്ന അവസരങ്ങൾ തീരെ കുറവാകുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. സഞ്ജുവിന് നേരെ മാത്രം വാൾ നീളുന്ന ഒരു പരിപാടി കാലങ്ങളായിട്ടുണ്ട്. സഞ്ജു മാത്രം ഇരയാക്കപ്പെടുന്നു. സഞ്ജുവിന് അനീതി ആണ് ഉണ്ടാകുന്നത് സഞ്ജുവിനെതിരെ എന്നൊരു സംഭവമുണ്ട്. ടീം ഒട്ടാകെ 3 മത്സരങ്ങൾ തുടർച്ചയായി തോറ്റിട്ടാണ് നിൽക്കുന്നത്. ടീം മുഴുവനായിട്ട്, അതിൻ്റെ ക്യാപ്റ്റൻ തൊട്ട് ശ്രേയസ് അയ്യർ തൊട്ട് ഇങ്ങോട്ട് എല്ലാവർക്കും അതിൽ പങ്കുണ്ട്. സഞ്ജുവിനെ മാത്രം ബലിയാടാക്കുന്ന ഒരു രീതി. അയർലൻഡിനെതിരെ ഒരു ചെറിയ ടീമായ അയർലൻഡിനെതിരെ 2 കളിയും തോറ്റ ഇന്ത്യ മൊത്തം ടീമും അതിന് ഉത്തരവാദികളാണ്. അത് സഞ്ജുവിൻ്റെ തലയിൽ മാത്രം കെട്ടിവെച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. സഞ്ജുവിനെ മാത്രം മാറ്റി നിർത്തുന്നു. എന്തായാലും ഈ നിലയിലാണ് 3 കളികൾ. ശ്രേയസ് അയ്യർ വന്നു, ക്യാപ്റ്റനായതിനു ശേഷം 3 കളിയും തോറ്റു 2020 മത്സരം. ഇനി അടുത്തൊരു 2020 പരമ്പരയ്ക്കാണ് സിംബാബ്വെ പോകുന്നത്. അപ്പോൾ ആ പര്യടനത്തിലുള്ള ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. അതിൽ സഞ്ജുവിനെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. സഞ്ജു തീർത്തും അനീതി സഞ്ജുവിനോട് നടന്നിരിക്കുന്നു എന്ന് തന്നെ പറയണം. കാരണം 3 മത്സരങ്ങളിലെ മാത്രം വെച്ച് ഒരു ലോകകപ്പ് ജയിച്ച നിർണായക കളിക്കാരൻ 3 മത്സരങ്ങൾക്ക് ശേഷം പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ടീം ഇന്ത്യ മൊത്തത്തിൽ തോറ്റ് അതിന് ഒട്ടേറെ ഉത്തരവാദികളുണ്ട്. ആ ഉത്തരവാദികളെയൊക്കെ മാറ്റി നിർത്തി സഞ്ജുവിനെ മാത്രം ബലിയാടാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എത്രത്തോളം ഗുണകരമാകും ഇന്ത്യൻ ക്രിക്കറ്റിന് എന്നുള്ളത് അറിയില്ല. ഇത് കാലങ്ങളായിട്ട് സഞ്ജുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സഞ്ജുവിന് സമയം നഷ്ടപ്പെടുന്നു എന്നതാണ് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നത്. ഇനി എന്നാണ് ടീമിലേക്ക് തിരിച്ചെത്താൻ കഴിയുക എന്നതൊരു ആശങ്കയായി നിലനിൽക്കുന്നു.